തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. GR അനിൽ MLA ആണ് പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പുതുക്കിയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചതെന്നും പ്ലാൻ ഫണ്ടിലെ മൂന്നാം ഗഡു ഡിസംബറിൽ LDF സർക്കാർ നൽകേണ്ടതായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും പണം അനുവദിക്കാത്തത് തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് GR അനിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകാര്യങ്ങൾ സർക്കാർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാചാലനായി പറയുമ്പോൾ ഭരണപക്ഷത്ത് 102ന്റെ ബലത്തിൽ നല്ല കയ്യടി കിട്ടും. പക്ഷേ നമ്മുടെ പഞ്ചായത്തുകളിലെ മെമ്പർമാരുടെ സ്ഥിതി എന്താ? അവരെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും ഇട്ട് അടിക്കുകയാണ് അവര്. എന്നാൽ ഡിസംബർ മാസം നൽകേണ്ടിയിരുന്ന പദ്ധതി വിഹിതത്തിന്റെ മൂന്നാം ഗഡു LDF സർക്കാർ നൽകാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മാർച്ചിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? മൂന്നാം ഗഡു കൊടുത്തില്ല. എത്രയാ മൂന്നാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാം. എന്തൊരു തമാശയാണ്. എന്നാൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും LDF സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്നാം ഗഡു നൽകാതിരുന്ന കാരണം വ്യക്തമാണെന്നും മൂന്നാം ഗഡു തടസ്സപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാരണമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 6000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തുടരുന്ന പ്രതിസന്ധിയിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെന്റിന്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൌട്ട് നടത്തുകയാണ്. എല്ലാ അധികാരവും ഒരാളിലേക്ക് എത്തിയതാണ് പ്രശ്നം. 30,000 കോടി കഴിഞ്ഞ വർഷത്തേക്കാൾ ബജറ്റിൽ വർദ്ധിച്ചപ്പോൾ 3000 കോടി തദ്ദേശ പ്ലാൻ ഫണ്ടിൽ വെട്ടിക്കുറച്ചതായും VD സതീശൻ പ്രതിപക്ഷ നേതാവായി ആക്ട് ചെയ്യുന്നത് നിർത്തി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.